അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനെയും ബൂച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള ദൗത്യം ഇനിയും നീളും. ക്രൂ 10 ദൗത്യം നീട്ടിവെച്ചതായി നാസയും സ്പേസ് എക്സും അറിയിച്ചു. പഴക്കത്തിന്റെ സാങ്കേതിക തകരാർ കാരണമാണ് റോക്കറ്റിന്റെ ഇന്നത്തെ വിക്ഷേപണം മാറ്റിവെച്ചത്. ഇന്ത്യൻ സമയം മാർച്ച് 15 പുലർച്ചെ 4:33 ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിക്കുകയെന്നാണ് റിപ്പോർട്ട്. 2024 ജൂൺ 5 സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യുന്നതിന് മുമ്പ് നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ പേടകത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹീലിയം ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മടക്കയാത്ര മുടങ്ങുകയായിരുന്നു. സുനിത വില്യംസിനെയും സഹയാത്രികൻ ബച്ച് വിൽമോറിനെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായാണ് ക്രൂ 10 ദൗത്യം വിക്ഷേപിക്കാൻ ഒരുങ്ങിയത്. യാത്രയ്ക്ക് സജ്ജമാക്കിയ ഫാൽക്കൺ 9 റോക്കറ്റിൽ സാങ്കേതിക തകരാറുകൾ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് വിക്ഷേപണം വീണ്ടും നീട്ടിവെച്ചു. ഇന്ത്യൻ സമയം മാർച്ച് 15 രാവിലെ 4:33 പുതുക്കിയ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. മാർച്ച് 20 സുനിത വില്യംസിന്റെയും ബച്ച് വിൽമോറിന്റെയും മടക്കയാത്ര സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് മടങ്ങിവരാനാകാതെ 9 മാസമായി സുനിത വില്യംസും ബച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ്. ദീർഘകാലം ബഹിരാകാശത്ത് കഴിഞ്ഞതിനെ തുടർന്ന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ഇവർ നേരിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.